ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അവകാഡോ മരം അഥവാ ബട്ടർ ഫ്രൂട്ട് വെണ്ണപ്പഴം നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, നല്ല വലുപ്പം വെച്ച് തുടങ്ങിയിട്ടുള്ളൂ, മൂപ്പായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കാം, നല്ല രസാട്ടോ. നല്ല ഒരു പ്രത്യേക കുളിർമയും നല്ല തണുപ്പും ഉണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു വൈബുണ്ട്, നല്ല സൂപ്പറാണ്. ഇതിൻ്റെ താഴെ വരെ നല്ല അവകാഡോ ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. താഴെയും മേലെയും എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അവകാഡോ ആണ് ഇതുമ്മ ഉണ്ടായിട്ടുള്ളത്. ഇലയും കായയും എല്ലാം ഒരേ കളറിലായതുകൊണ്ടേ പെട്ടെന്ന് നമുക്ക് കണ്ണിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇതിന് ഇടതൂർന്ന ഇലകളാണ്, അതിൻ്റെ ഇടക്ക് നല്ല ഇഷ്ടം പോലെ നിറച്ച് കായ്ച്ചിട്ടുണ്ട് കായ്. അപ്പോൾ അവക്കാഡോ മരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ബട്ടർ ഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് കേട്ടോ സംഭവം. ശരിക്കും നമ്മളിത് കൊണ്ട് ജ്യൂസ് അടിക്കുന്നു, അതുപോലെ ഷേക്ക് ഉണ്ടാക്കുന്നു. ഷേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. കഴിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം കേട്ടോ, നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവക്കാഡോ ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരടിപൊളി ഫ്രൂട്ട് പ്ലാന്റാണിത്. ശരിക്കും പറഞ്ഞാൽ ലോറേസി കുടുംബത്തിൽപ്പെട്ടതാണിത്. മധ്യ ദക്ഷിണാഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നാണിത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലിഫോർണിയ, ഫ്ലോറിഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് കൂടുതലും ഈ അവക്കാഡോ എന്നുള്ള സംഭവം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. വ്യാവസായികമായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ ഇത് പൂത്തും കായ്ച്ചും ഒരുപാട് ഫലങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതൊന്നും മൂപ്പായിട്ടില്ല, ഇതൊന്ന് പിടിച്ച് ഒരു പരുവത്തിലായി വരുന്നേ ഉള്ളൂ, ചെറിയ കായ്കളാണ്. ശരിക്കും ഇതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അവക്കാഡോ എന്നത് വിളഞ്ഞു കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ഇതിപ്പോൾ കണ്ടോ, ഈ കായ് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്, ഏകദേശം ഒരു പകുതി മുക്കാൽ മൂപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കയ്യെത്തുള്ളിൽ ഒന്നുണ്ട്, അത് ഞാൻ തോട്ടി വെച്ച് ഇങ്ങനെ വലിച്ച് പറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം മൂപ്പായിട്ടുണ്ട് കേട്ടോ, ഒരു 80% ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറിച്ച് വെച്ചാൽ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് പഴുത്ത് കിട്ടും. നല്ല വിളഞ്ഞ കായാണെങ്കിൽ നമുക്കിത് ഒരു 3-ാമത്തെ ദിവസം തന്നെ പഴുക്കും കേട്ടോ. ഇതിപ്പോൾ അത്രത്തോളം മൂപ്പായിട്ടില്ല ഞാനിപ്പോൾ ഈ പറിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ മൂക്കാൻ നമുക്ക് എങ്ങനെ ഒരു 4-5 ദിവസം പിടിക്കും. പിന്നെ ഈ ബട്ടർ ഫ്രൂട്ടിന് വിവിധ ഇനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ ചക്കയും മാങ്ങയൊക്കെ പല വർണ്ണത്തിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യാസമുള്ളതുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിലും വെറൈറ്റി ടേസ്റ്റുള്ള വിവിധ ഇനം പഴങ്ങളുണ്ട്. ഷേപ്പിലും ടേസ്റ്റിലും ചിലതിങ്ങനെ ബൾബ് പോലെ ഉണ്ടാവും, ചിലത് ബോൾ പോലെ, അതുപോലെ ചിലത് നല്ല നീളത്തിലുള്ള ടൈപ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ അവക്കാഡോ മരത്തിൻ്റെ പഴത്തെ നമ്മൾ ബട്ടർ ഫ്രൂട്ട്, വെണ്ണപ്പഴം എന്നൊക്കെ വിളിക്കുന്നു. നല്ല ഒരു പച്ച കളറിലാണ് ഇതിൻ്റെ കായ ഉണ്ടാവുക. പഴുത്താൽ പിന്നെ ചിലത് പച്ച കളറിൽ തന്നെ ഉണ്ടാവും, ചിലത് കളറ് മാറും, വയലറ്റ് കളറ്, പല കളറിലും വരും. ഇതിൻ്റെ മാംസം എങ്ങനെയെന്ന് വെച്ചാൽ ക്രീമിയാണ്, ക്രീമിയും വെണ്ണയും കൂടെ മിക്സായി വരുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്, കൊഴുപ്പുകളുടെ ഒരു ഉറവിടമാണ്. പിന്നെ ഇത് വളർത്തേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് അവക്കാഡോ മരങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. വലിയ മരങ്ങളൊക്കെ ആയാൽ പിന്നെ
ഇത് വരൾച്ചയെ പ്രതിരോധിച്ച് നിർത്തും. നനച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും. അങ്ങനെയുള്ള ഒരവസ്ഥയൊന്നും ഉണ്ടാവരുത്. പിന്നെ നന്നായി വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിത് വെക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വിളവെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പാകമാവാൻ മാസങ്ങളെടുക്കും. പിന്നെ നമ്മളിത് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കായ് പറിച്ചല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ പറിക്കാൻ തുടങ്ങിയ ഒരു 6 മാസത്തോളം ഞാനിതിൽ നിന്ന് വിളവെടുക്കും. ജൂൺ മാസമാണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ജൂൺ തൊട്ട് ഒരു 6 മാസം വരെ. കാരണം ഒരേ വലുപ്പത്തിലായിരിക്കില്ല, ഓരോ കായ്കളും പല വലുപ്പത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കായ് കണ്ടോ, ഇത് ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ കാണിക്കാം. ഇത് അതിലേറെ കുറച്ചും കൂടെ വലുപ്പമായിട്ടുണ്ട്. ഇത് അതിലേറെ കുറച്ചും കൂടെ. ഇതുപോലെ പല വലുപ്പത്തിലുള്ള കായ്കളാണ് നമുക്ക് ലഭിക്കുക. വ്യാവസായികാടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ അവർ 2-3 പ്രാവശ്യം വിളവെടുത്ത് അത് തീർത്ത് കളയും. പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് പറിക്കുന്നത് പോലെ അവർക്ക് പറിക്കാൻ പറ്റില്ല. സെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എങ്ങനെ അവർ ഒരാഴ്ച മുന്നേ തന്നെ മൂപ്പാവുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ അത് വിളവെടുത്ത് സെയിൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങിലൂടെയും ലെയറിങ്ങിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാധാരണയായിട്ട് വിത്ത് മുളപ്പിച്ചിട്ട് തന്നെയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ അവക്കാഡോ ഫ്രൂട്ട് കൊണ്ട് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണിത്. പിന്നെ നമ്മുടെ വീട്ടിലിതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അവക്കാഡോ ജ്യൂസും ഷേക്കും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ തൈ വെച്ചാൽ 4-ാം വർഷം, അതായത് 3.5 വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ഫലം തരും. അടിപൊളിയായിട്ട് കായ്ക്കുന്നതാണ്, നിറച്ച് കായ്ക്കുന്നതാണ്. ഭാവിയിൽ ഇതിന് ഇനിയും ഡിമാൻഡ് കൂടുകയല്ലാതെ ഒട്ടും കുറവുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ചക്ക, മാങ്ങ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ അവക്കാഡോ മരങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇത് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും. അതുപോലെ ടെറസിൻ്റെ മേലിൽ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവക്കാഡോ തൈകൾ വാങ്ങി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ നഴ്സറികളിലും ഒക്കെ അവൈലബിൾ ആണല്ലോ, തൈകളൊക്കെ ഇഷ്ടം പോലെ. എന്തായാലും ഈ അവക്കാഡോ മരം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരിക്കും നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ അവക്കാഡോ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരണങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ അവക്കാഡോയെക്കുറിച്ച് അറിയുന്നവരുണ്ടാവാം. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ അറിവുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. അവക്കാഡോ നമുക്കൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവക്കാഡോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.